അറബ് സിനിമയ്ക്ക് പുതിയ ദിശ പകർന്ന റെഡ് സീ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു. 10 ദിവസം നീണ്ട ഫെസ്റ്റിവലിൽ 70 ഭാഷകളിൽ നിന്നുള്ള 100-ലധികം സിനിമകൾ പ്രദർശനത്തിനെത്തി. ലോക സിനിമാ താരങ്ങളുടെ സംഗമ വേദിയായി റെഡ് സീ ഫെസ്റ്റിവൽ മാറി. അറബ് ലോകത്തിന്റെ കഥകളും സംസ്കാരവും സിനിമയിലൂടെ പറഞ്ഞതായിരുന്നു റെഡ് സീ ഫിലിം ഫെസ്റ്റിവൽ. സിനിമാ ലോകത്തെ പ്രതിഭകളുടെ സംഗമവേദിയായി ഇത് മാറി. We're living in a time where we all need to find ways to share what we share, and emotions are universal. We all have families and needs and heartbreak and love and curiosity, and that can all be expressed through art. 2019 ഫെസ്റ്റ് തുടങ്ങിയത്. 5 എഡിഷനുകൾ പിന്നിടുമ്പോൾ ലോക സിനിമാ ഭൂപടത്തിലെ പ്രധാന ഡെസ്റ്റിനേഷനായി ഫെസ്റ്റിവൽ മാറി. البحر الأحمر السينمائي بدعم الأصوات والقصص من الشرق الأوسط وآسيا وأفريقيا لأن تصل إلى العالم وأن نبني جسرا ثقافيا مشتركا. അറബ് കഥകൾക്ക് സ്വയം പറയാനുള്ള വേദിയായിരുന്നു ഫെസ്റ്റിവൽ. ഇത്തവണ പ്രദർശനത്തിന് എത്തിയതിൽ 35% സൗദിയിൽ നിർമ്മിച്ചതാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ജിദ്ദയിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. 10-20 വർഷമായിട്ട് ഇവിടെയുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പോൾ 4-5 മൂവീസായി കാണുന്നു. നല്ല തരം മൂവീസ്, ഇന്റർനാഷണൽ മൂവീസ്. ജിദ്ദയിലെ ആൽ ബലദിയായിരുന്നു വേദി. കുറേയേറെ സിനിമകൾ ലോകരാജ്യങ്ങളിൽ പീഡിതരായി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുടെ വേദനകൾ, ഫലസ്തീൻ ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്ന മികച്ച സിനിമകളുള്ള മധ്യപൂർവേഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു മേളയാണ് ഈ റെഡ് സീ ഫിലിം ഫെസ്റ്റിവൽ. ഇന്ത്യൻ പ്രാതിനിധ്യം ഇത്തവണ നിറഞ്ഞു നിന്നു. ജിദ്ദ കോൺസുലേറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു സഹായം. And this is the second consecutive year where the Consulate General of India in Jeddah has been partnering with the Red Sea Film Festival. And at this year's edition, we recently had the screening of the iconic movie Umrao Jaan that was screened a few nights ago. സൽമാൻ ഖാൻ, ഐശ്വര്യ റോയ്, കാർത്തിക് ആര്യൻ, ആലിയ ഭട്ട്, രേഖ, മുസഫർ അലി എന്നിവർ റെഡ് കാർപ്പറ്റിൽ തിളങ്ങി. I completely enjoy cinema as an audience member. I still feel, oh my God, I haven't even touched the tip of the iceberg. I mean, there's so much more. I mean, look at this room full of people. You all have your own individual stories. ആലിയ ഭട്ടിന് മേളയിൽ ഗോൾഡൻ ഗ്ലോബ് ഹൊറൈസൺ ബഹുമതി സമ്മാനിച്ചു. ക്ലാസിക് ചിത്രമായ ഉംറാവു ജാൻ, ഏർലി ഡേയ്സ് എന്നിവയാണ് മേളയിൽ പ്രദർശിപ്പിച്ച ഇന്ത്യൻ ചിത്രങ്ങൾ. A sense of peace and confidence comes from just being authentic to who you are, and that's something that I've always lived by. സിനിമയുടെ വിപണിയും സൗന്ദര്യവും കലയും നിറച്ചുവെച്ച ഫെസ്റ്റിവൽ അറബ് ലോകത്തിന്റെ സിനിമാ ഭാവിക്ക് പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. 10 ദിവസം നീണ്ട കലയുടെയും സംസ്കാരത്തിന്റെയും മേളയാണ് ഇവിടെ സമാപനം കുറിക്കുന്നത്. ജിദ്ദയിൽ നിന്നും സാബിത് സലീം, മീഡിയ 1.